കടമ്പൻ, എൻ്റെ ചോദ്യം ഇതാണ്. അൻവർ എന്തായാലും മത്സരിക്കാൻ പോവാ, അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതങ്ങ് അതങ്ങ് നേർക്കുന്നേരെ പറഞ്ഞുകൂടെ? അതല്ല എൻ്റെ പൈസ ഇല്ല, അത് ആൾക്കാർ 500,000 പൈസ ആയിട്ട് വരുന്നു. ആൾക്കാർ അത്ര മണ്ടന്മാരാണോ മഞ്ഞക്കടമ്പൻ? ഇപ്പോൾ എന്താണ് ഈ പറയുന്ന പണ്ട് ജോൺ അബ്രഹാമൊക്കെ സിനിമ എടുത്തതുപോലെ ആൾക്കാർ 500,000 കൊണ്ടുവന്ന സിനിമ കൂട്ടി വെച്ച് അൻവർ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ ആലോചിക്കാൻ ആൾക്കാർ മണ്ടന്മാരാണോ? അൻവറിൻ്റെ ഈ പണമുണ്ട്, അൻവറിൻ്റെ ഈ പണമില്ല, TMC പണം കൊടുക്കും, ഇതാ മത്സരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പ്രശ്നം എന്താ? അല്ല, അൻവർ പറഞ്ഞതെന്താ? അല്ല പറയട്ടെ, അൻവറിൻ്റെ കയ്യിൽ പണമില്ല എന്ന് അൻവർ പറഞ്ഞ സത്യമാണ്. അദ്ദേഹത്തെ ഇവിടുത്തെ ഗവൺമെൻറ് അദ്ദേഹത്തെ സാമ്പത്തികമായി ജനിക്കുന്നു, അദ്ദേഹത്തെ ബിസിനസ്സുകൾ മുഴുവൻ തകർത്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലും അദ്ദേഹത്തെ വരിഞ്ഞു മുറുകിയിരിക്കുന്നു. അപ്പോൾ TMC സഹായിക്കും. അല്ലെങ്കിൽ പണമില്ല എന്ന് കേട്ടപ്പോൾ നിലമ്പൂരിലെ സാധാരണക്കാരായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ അവർ പറഞ്ഞു പണമില്ലാത്തതിന് പേരിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അദ്ദേഹം മത്സരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന PV അൻവർ മത്സരിക്കണമെന്നാണ്. അദ്ദേഹം ഒരിക്കലും കഴിഞ്ഞ ദിവസം എന്നോട് സൂചിപ്പിച്ചു, എന്നോട് മത്സരിക്കണമെന്ന് പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും മത്സരിക്കില്ല, അദ്ദേഹം പ്രിയപ്പെട്ട PV അൻവർ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതേതായാലും തിങ്കളാഴ്ച അതിനെ സംബന്ധിച്ചുള്ള ഫൈനലായ തീരുമാനമുണ്ടാവും. നോമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. ഇവിടെ എന്താ ഇപ്പോൾ PV അൻവർ മത്സരിക്കാൻ ഇറങ്ങിയത്? PV അൻവർ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ അല്ലെങ്കിൽ ആ ദുർഭരണത്തിനെതിരെ ആ സർക്കാരിന്റെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ പദ്ധതി ഇടുന്നത്. അത് നടക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും പറയട്ടെ, രാജിവെച്ച് വന്ന് ഇവിടെ UDF ആ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ആ PV അൻവറെ ചേർത്ത് പിടിച്ചു നിർത്താനുള്ള ബുദ്ധിയും ശക്തിയും ശേഷിയും ചേമുഷിയും അല്ലെങ്കിൽ ഇവിടുത്തെ UDFന്റെ നേതാക്കൾക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് PV അൻവർ ഇന്ന് മത്സരരംഗത്തേക്ക് വന്നത്. അദ്ദേഹത്തെ പരമാവധി അപമാനിച്ചു. നിങ്ങൾ ഓർക്കണം, ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് അപേക്ഷ കൊടുപ്പിക്കുന്നു, എവിടെ UDF എടുക്കാൻ, എന്തിന് അപേക്ഷ കൊടുക്കുന്നു? യോഗം ചേർന്നങ്ങ് എടുത്താൽ പോരെ. അതിനുശേഷം ആ മുഴുവൻ നേതാക്കന്മാരെ വീടുകൾ കയറിയിറക്കുന്നു. അതിനുശേഷം പറയുന്നു പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അസോസിയേറ്റ് അംഗമായിട്ട് പോലും പ്രഖ്യാപിച്ചില്ല? നിങ്ങൾ ഓർക്കണം, എത്ര മോശമായിട്ടാണ് പെരുമാറിയത്. പ്രഖ്യാപിക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് പറഞ്ഞില്ല.